അല്ലെങ്കിൽ നമുക്ക് മേടിച്ചേക്കേ ഒരു വീഡിയോ എടുക്കേ. സൂപ്പർ സാധനമാണ് കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ. ഇന്ന് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന പ്രത്യേക കാരണമുണ്ട്. നിങ്ങളിൽ പലർക്കും അധികം അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കറക്റ്റ് പേരെന്താ നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. ഈ സാധനം നിങ്ങൾക്കത് കാണാൻ വേണ്ടി ഞാൻ കറുത്ത പാത്രത്തിലിട്ട് വെച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും കാണാൻ പറ്റില്ല. നമ്മുടെ കൊഞ്ചില്ലേ, കൊഞ്ചിൻ്റെ വളരെ ചെറിയൊരു സാധനം. അതായത് ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൂനിപ്പൊടി എന്നാണ് പറയുക കേട്ടോ. ശരിക്കുള്ള പേരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്തായാലും ബേബി പ്രോൺസ് എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്ര തന്നെ വലിപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് അധികം വളരില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. തോരൻ വെച്ച് അധികം കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയത് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഇതിന് ഉണങ്ങിയത് കൊണ്ട് തോരൻ ഉണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ പച്ച റെയറായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് മീൻ കൊണ്ടിരുന്ന ആൾ ഈ സാധനം ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു തോരൻ ഉണ്ടാക്കി നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇതിനാദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മറ്റ് മീൻ വൃത്തിയാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനെ വൃത്തിയാക്കാൻ. കാരണം ഓരോന്നായിട്ട് എടുത്താലും വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അതിൽ വേസ്റ്റൊക്കെ വളരെ തന്നെ കുറവായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ശരിക്ക്, കാരണം മണലുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ശരിക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഈ പുറത്തുനിന്ന് ഈ സാധനം വാരിയെടുക്കുക. ഇങ്ങനെ വാരി മാറ്റിയിട്ട് അപ്പോൾ അടിയിൽ കുറച്ച് മണലിൻ്റെ അംശം ഉണ്ടാവും. ആ മണൽ കളഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് വാരിയെടുത്താൽ മതി. എന്നിട്ട് തന്നെ തോരാൻ വയ്ക്കുക. സോ തോരാൻ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂനിപ്പൊടിയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പോവാണ്. അത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. 1-2 ടേബിൾ സ്പൂൺ ആവട്ടെ വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇല്ലേ ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഈ സമയം നമ്മളിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കൂനിപ്പൊടിയില്ലേ, ബേബി പ്രോണ്, അത് ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ കൂനിപ്പൊടിയിൽ കുറച്ച് വെള്ളം ഉണ്ട്, അത് ഇതിൽ നിന്ന് ഇറങ്ങി വന്നോളും. കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, ഇത്ര മതി. ഇനി അതിലേക്ക് അടിയാൻ പോകുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി അടി കൊടുക്കണ്ടേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇത് വേകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ, പിന്നെ നമുക്ക് ഒന്നുകൂടെ വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവുന്ന സമയം കൊണ്ട് ഇതിലൊരു അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാനൊരു ബൗളിലേക്ക് ഇതൊരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഇതൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ മിക്സിക്ക് ഒന്ന് ചെറുതായിട്ട്, നന്നായിട്ട് അരയണ്ട, ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫൈനൽ ചേരുവകൾ തയ്യാറാക്കാൻ പോവാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പോളം ചിരകിയെടുത്ത തേങ്ങയാണ്, ചെറുതായിട്ട് ചിരകിയെടുത്താണ്. അതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടുവന്ന മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മിക്സി അടിച്ചെടുത്താൽ കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആടുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ തോരന് മുളക് കുറഞ്ഞിരിക്കുന്നത് നല്ലത് കേട്ടോ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ അധികം എരിവ് വേണ്ട. നമ്മൾ പച്ചമുളക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് അവസാനം ചേർക്കാം. അപ്പോൾ ഇത്രയും കൂടെ മിക്സിക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കണം. ഇത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് കറക്കിയെടുത്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സിക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ഇതൊരു 5-6 മിനിറ്റ് വെന്ത് നമ്മുടെ കൂനിപ്പൊടി അല്ലെങ്കിൽ കൊഞ്ചുപൊടി എന്നൊക്കെ പറയൂ കേട്ടോ, അതും റെഡി ആയിരിപ്പുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മളുണ്ടാക്കിയ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്നതിനൊപ്പോൾ രസകരമായ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത് ഞങ്ങൾ ഒരുപാട് കഴിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറയുമായിരുന്നു, ഇത് ചെറിയ കൊഞ്ചാണെങ്കിലും ഭയങ്കര ശക്തിയുള്ള സാധനമാണെന്നും
ഇതിന് കപ്പലിനെയൊക്കെ മറിക്കാനുള്ള കൂട്ടത്തോടെ പോയിട്ട് ഇത് കപ്പലിനെയൊക്കെ മറിച്ചോളെന്നൊക്കെ പറയും കേട്ടോ. സത്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങളതൊക്കെ കേട്ടിങ്ങനെ പേടിച്ചിരിക്കും. അത്ര വീരനാണല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ഒന്നും കൂടി വേവട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കൂനിപ്പൊടി ഒരു 10 മിനിറ്റ് കൂടെ വീണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. മൊത്തം 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല യമ്മി ലുക്കിംഗ് അല്ലേ കാണാൻ. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ വെറൈറ്റി കൂനിപ്പൊടി തോരൻ റെഡിയാണ്. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഉറക്കണം. ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ യമ്മി ഐറ്റം നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇതിൻ്റെ പ്രത്യേക സുഖമില്ലേ കഴിക്കാൻ. ഞാനിപ്പോൾ ഇതൊരു 1/2 കിലോയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ചോറിൻ്റെ കൂടെ തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ ഇതിങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. കിടിലനായിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ എല്ലാ സീസണിലും കിട്ടില്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അധികം കോമൺ ഇല്ലാത്തൊരു ഐറ്റമാണ്, വെറൈറ്റി ഐറ്റമാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.